വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തിയായി ആഘോഷിക്കപ്പെടുന്നത്. നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിലും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും നരസിംഹ ജയന്തി ഏറെ വിശേഷമായി ആഘോഷിക്കുന്നു. കൃതയുഗത്തിൽ മഹാവിഷ്ണു 4 അവതാരങ്ങളെടുത്തു. അതിൽ അവസാനത്തെ അവതാരമാണ് നരസിംഹം. പ്രഹ്ലാദനെ രക്ഷിക്കുവാനും ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുവാനുമാണ് മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്തത്. പേര് പോലെ സിംഹത്തിന്റെ മുഖവും മനുഷ്യന്റെ ശരീരവുമാണ് ഈ വിഷ്ണു അവതാരത്തിന്റെ പ്രത്യേകത. സഹോദരനായ ഹിരണ്യാക്ഷന്റെ വധത്തെ തുടർന്ന് ഹിരണ്യകശിപു ക്രോധാവിഷ്ടനായി. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് താൻ ആവശ്യപ്പെടുന്ന രീതിയിലെ തന്റെ മരണം ഉണ്ടാകാവൂ എന്ന വരം വാങ്ങി. മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലരുത്, ആയുധങ്ങൾ കൊണ്ട് തന്നെ കൊല്ലരുത്, രാവോ പകലോ തന്നെ കൊല്ലരുത്, ഭൂമിയിലോ ആകാശത്തോ പാതാളത്തോ വെച്ചോ തന്നെ കൊല്ലരുത്. എന്നാൽ ഹിരണ്യകശിപുവിൻ ജനിച്ചതാകട്ടെ പരമവിഷ്ണുഭക്തനായ പ്രഹ്ലാദനും വിഷ്ണുഭക്തിയിൽ നിന്നും തന്റെ പുത്രനായ പ്രഹ്ലാദനെ പിന്തിരിപ്പിക്കാൻ ഹിരണ്യകശിപു പല രീതിയിൽ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് ഹിരണ്യകശിപു പ്രഹ്ലാദനെ വധിക്കാൻ പല മാർഗങ്ങളും സ്വീകരിച്ചു. പരാജിതനായ അസുരൻ ക്രോധം പൂണ്ട് പ്രഹ്ലാദനോട് വിഷ്ണുവിനെ കാട്ടിത്തരാൻ ആവശ്യപ്പെടുന്നു. തൂണിലും തുരുമ്പിലും വിഷ്ണു വസിക്കുന്നുണ്ടെന്ന് പ്രഹ്ലാദൻ അറിയിച്ചു. എങ്കിൽ തൂണിലിരിക്കുന്ന വിഷ്ണു നിന്നെ രക്ഷിക്കട്ടെ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഹിരണ്യകശിപു തൂണിൽ ആഞ്ഞുവിട്ടി. ദിക്കുകളെല്ലാം ജെട്ടിവിറയ്ക്കുന്ന രീതിയിൽ അട്ടഹാസത്തോടുകൂടി നരസിംഹാവതാരം സംഭവിക്കുകയും സന്ധ്യയ്ക്ക് തന്റെ മടിയിൽ കിടത്തി നഖങ്ങൾ കൊണ്ട് മനുഷ്യനോ മൃഗമോ അല്ലാത്ത നരസിംഹം ഹിരണ്യകശിപുവിന്റെ വധം നടത്തുകയും ചെയ്തു. ശേഷം പ്രഹ്ലാദസ്തുതികളാൽ ശാന്തനായ നരസിംഹമൂർത്തി തന്റെ ഭക്തനെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി. നരസിംഹ ജയന്തി ദിനത്തിൽ പ്രഹ്ലാദസ്തുതിയാൽ ഭഗവാനെ സ്തുതിക്കുന്നവർക്ക് സർവ്വപാപശമനവും ശത്രു നിവാരണവും ആഗ്രഹസാധ്യവും സഫലമാകുന്നു. ശത്രുസംഹാരിയും ഭക്തരക്ഷകനുമായ നരസിംഹദേവന്റെ ജന്മദിനമായ വൈശാഖ മാസത്തിലെ ശുക്ല ചതുർദശി ദിനമായ ഇന്ന് തൊഴിൽ സംബന്ധമായും അല്ലാതെയുമുള്ള ജീവിത പ്രതിബന്ധങ്ങൾ അകലുവാനും ശത്രുശല്യം മൂലമുള്ള തടസ്സങ്ങൾ അകലുവാനും നരസിംഹ പൂജയോളം ഫലപ്രദമായ മറ്റൊരു വഴിപാടില്ല. ശത്രുസംഹാരത്തിനായി ഉടലെടുത്ത ഉഗ്രമൂർത്തിയാണെങ്കിലും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയാണ് നരസിംഹമൂർത്തി. പ്രഹ്ലാദന്റെ വിളി കേട്ട നിമിഷം തന്നെ തൂണുപിളർന്ന നരസിംഹമൂർത്തി പ്രത്യക്ഷനായി. ഭഗവാനെ നിത്യേന ഭക്തിയോടെ സ്മരിച്ചാൽ ശത്രുനാശം, ആരോഗ്യം, രോഗശാന്തി, പാപനാശം എന്നിവയാണ് ഫലങ്ങൾ. പ്രാർത്ഥിക്കുന്നവരുടെ രക്ഷയ്ക്കെത്തുന്ന നരസിംഹമൂർത്തിയെ പൂജിക്കാൻ ലളിതമായ വഴിപാടുകൾ അനവധിയുണ്ട്. നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ അഭീഷ്ടസിദ്ധിക്കൊപ്പം തൊഴിൽ, വിവാഹ തടസ്സങ്ങൾ നീങ്ങും. തുളസിമാല സമർപ്പണം മറ്റൊരു പ്രധാന വഴിപാടാണ്. ഇഷ്ടപുഷ്പം ചുവന്ന ചെത്തിയാണ്. നിവേദ്യം പായസം. പഞ്ചഭൂതങ്ങളിൽ വായുദേവന്റെ നാളായ ചോതി നക്ഷത്ര ദിനത്തിൽ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ആപത്തുകളിൽ നിന്നും രക്ഷ നേടാം. കടബാധ്യത നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കാൻ പതിവായി ചോതി നക്ഷത്ര ദിവസം നരസിംഹ ക്ഷേത്ര ദർശനം നടത്തുകയോ ഭവനത്തിലിരുന്ന് നരസിംഹമൂർത്തി പ്രീതികരമായ ഭജനകൾ നടത്തുകയോ ചെയ്യുക. ദീർഘകാലമായി നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ നരസിംഹ ഭഗവാന് ചന്ദനം ചാർത്തുക. മഞ്ഞ വസ്ത്രങ്ങളും വാഴപ്പഴം, മാമ്പഴം തുടങ്ങിയ മഞ്ഞപ്പഴങ്ങളും സമർപ്പിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിലനിർത്തും, രോഗങ്ങളിൽ നിന്നും മുക്തി നൽകും.